ഇപ്പോൾ തിരുവനന്തപുരത്ത് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് നടക്കുകയാണ്. മാർച്ച് പോലീസ് തടഞ്ഞിരിക്കുന്നു. ആ ദൃശ്യങ്ങളിലേക്ക്. എല്ലാവരും ബാക്കിലേക്ക് ഇറങ്ങിയിട്ടോ, ബാക്കിലേക്ക് ഇറങ്ങിയിട്ട് ബാക്കിലേക്ക് ഇറങ്ങിയിട്ട് സൈഡിലേക്ക് ഇറങ്ങിയിട്ട് സൂര്യ ഗായത്രി തിരുവനന്തപുരത്ത് ചേരുന്നു. സൂര്യ, എപ്പോഴാണ് ഈ മാർച്ച് ആരംഭിച്ചത്? ഏതൊക്കെ സംഘടനകളാണ് പങ്കെടുക്കുന്നത്? ലിബീഷ്,
ഇപ്പോഴാണ് ഈ സെക്രട്ടേറിയറ്റിലേക്ക് സമരസമിതിയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. INTUC, BMS അതുപോലെ തന്നെ സ്വതന്ത്ര സംഘടനകളൊക്കെ തന്നെ ഈ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്ന ആവശ്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും സമരസമിതി ഉന്നയിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു പ്രശ്നത്തിൽ മുഖ്യമന്ത്രി ഇടപെടണം എന്ന് എഴുതിയിട്ടുള്ള പ്ലക്കാർഡുകൾ എന്തിയാണ് സമരസമിതി ഈ മാർച്ച് ഇപ്പോൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ സർക്കുലറിൽ മാറ്റം വരുത്തണം എന്ന് തന്നെയാണ് സമരസമിതി ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത്. അശാസ്ത്രീയമായ പരിഷ്കരണങ്ങളാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് ലൈസൻസ് ടെസ്റ്റിൽ മന്ത്രി ഇപ്പോൾ വരുത്തിയിട്ടുള്ളത്. KV ഗണേഷ് കുമാർ ഇപ്പോൾ വരുത്തിയിട്ടുള്ളത്. ആ പരിഷ്കരണങ്ങളിൽ ഒരു മാറ്റം വരുത്തണം, അല്ലെങ്കിൽ തങ്ങളുമായിട്ടൊരു ചർച്ച നടത്തുവാൻ മന്ത്രി തയ്യാറാകണമെന്ന ആവശ്യങ്ങളാണ് സമരസമിതി ഉന്നയിച്ചിട്ടുള്ളത്. വലിയ രീതിയിലുള്ള ഒരു മാർച്ചാണ് സെക്രട്ടേറിയറ്റിലേക്ക് ഇപ്പോൾ ഈ സമരസമിതി നയിച്ചുകൊണ്ടിരിക്കുന്നത്. ജില്ലയിലൊക്കെ തന്നെ സംസ്ഥാനത്ത് ഉടനീളം ജില്ലകളിലൊക്കെ തന്നെയുള്ള ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെല്ലാം തന്നെ ഈ മാർച്ചിൽ പങ്കെടുക്കുന്നു എന്നാണ് ഇവിടുന്ന് അറിയാൻ സാധിക്കുന്നത്. കരിങ്കൊടികൾ കൂടി ഏന്തിയാണ് ഈ സമരസമിതി ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ച് സെക്രട്ടേറിയറ്റിലേക്ക് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും രാവിലെ മുതൽ പല സ്ഥലങ്ങളിലും ടെസ്റ്റ് നടത്തുവാൻ ഇന്നും അനുവദിക്കുന്ന സാഹചര്യം അല്ലായിരുന്നു. ടെസ്റ്റുകളൊക്കെ തന്നെ മുടക്കിയിട്ടാണ് ഈ ഒരു പ്രതിഷേധ പരിപാടികളിലേക്ക് ഈ പ്രവർത്തകർ സമരം നടത്തുന്നവരൊക്കെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നത്. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം മുട്ടത്തറയിൽ ഇന്നും ടെസ്റ്റ് നടത്താൻ അനുവദിച്ചിരുന്നില്ല. ഈ സമരസമിതിയിലെ അംഗങ്ങൾ ഈ ടെസ്റ്റ് ഗ്രൗണ്ടിന് പുറത്ത് തന്നെ സംഘടിച്ച് നിലയുറപ്പിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ മാർച്ചുമായിട്ട് സെക്രട്ടേറിയറ്റിലേക്ക് സമരസമിതി എത്തുന്നത്. എന്തായാലും ഈ ഒരു AITUC അതുപോലെ തന്നെ BMS, INTUC-യുടെ ഒക്കെ നേതൃത്വത്തിലാണ് വലിയ രീതിയിലുള്ള മാർച്ച് ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ദിബീഷ്, ഇന്ന് മുട്ടത്തറയിൽ ഈ ആർക്കെങ്കിലുമൊക്കെ സ്ലോട്ട് നൽകിയിരുന്നോ? സ്വന്തം വാഹനവുമായിട്ട് ആരെങ്കിലുമൊക്കെ ടെസ്റ്റിന് വന്നോ? എന്തായിരുന്നു അവിടുത്തെ ഒരു പ്രതിഷേധം? ലിബീഷ്, ആരും തന്നെ ടെസ്റ്റിന് കഴിച്ചില്ല എന്ന ഉറച്ച തീരുമാനം എടുത്തുകൊണ്ടാണ് സമരസമിതിയിലെ അംഗങ്ങൾ ഈ ടെസ്റ്റ് ഗ്രൗണ്ടിന് പുറത്ത് തന്നെ നിലയുറപ്പിച്ചിരുന്നത്. ടെസ്റ്റ് ഗ്രൗണ്ടിലേക്ക് കയറുന്ന ഗേറ്റ് അടച്ച ഗേറ്റിലൊക്കെ തന്നെ തങ്ങളുടെ കൊടികൾ സ്ഥാപിച്ചുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടികളാണ് ഈ സമരസമിതി നടത്തിക്കൊണ്ടിരുന്നത്. ആരെയും ടെസ്റ്റിന് കഴിച്ചില്ല, ഈ ഒരു പരിഷ്കരണങ്ങളിൽ മാറ്റം വരുത്തുന്നത് വരെ അല്ലെങ്കിൽ തങ്ങൾ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ അതിനെക്കുറിച്ച് സംസാരിക്കാനോ മന്ത്രി തയ്യാറാകുന്നത് വരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് സമരസമിതി അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു സ്ഥലത്തും ടെസ്റ്റ് നടത്തില്ല എന്ന് ഉറച്ചു തീരുമാനിച്ചിരിക്കുകയാണ് സമരസമിതി. അത്തരത്തിൽ ഈ സമരം ശക്തമാക്കുന്നതിന്റെ കൂടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് വലിയ രീതിയിലുള്ള ഒരു ബഹുജന മാർച്ച് തന്നെ സമരസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വനിതകളടക്കം വലിയ രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തം ഈ ഒരു മാർച്ചിലുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ ഉന്നയിക്കുന്നത് അവരുടെ ജീവിത പ്രശ്നമാണ്. ഈ കുറെ നാളുകളായിട്ട് ഇപ്പോൾ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞ ഈ പരിഷ്കരണങ്ങൾ മന്ത്രി വരുത്തിയതിനു ശേഷം സംസ്ഥാനത്ത് ഒരു സ്ഥലത്തും ടെസ്റ്റുകൾ നടത്തുന്ന സാഹചര്യമല്ല ഉണ്ടായിട്ടുള്ളത്. അതൊക്കെ തന്നെ തടഞ്ഞുകൊണ്ടാണ് ഇവർ ഇത്രയും വലിയ രീതിയിലൊരു പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് പോലും മന്ത്രി തങ്ങളുമായിട്ട് ഒരു ചർച്ച നടത്തുവാനുള്ള സൗകര്യം ഒരുക്കിയിട്ടില്ല. അത് വലിയ രീതിയിലുള്ള ഒരു രോക്ഷമാണ് ഇവരൊക്കെ തന്നെ ഉണ്ടാക്കുന്നത്. എന്തായാലും ഇതിന് വലിയ രീതിയിൽ ഈ കഴിഞ്ഞ നവംബർ മുതലുള്ള RC അതുപോലെ തന്നെ ലൈസൻസുകളൊക്കെ കൊടുത്തു തീർക്കണം. ഈ പരിഷ്കരണങ്ങൾ നടപ്പിലാക്കുന്നതിന് മുന്നേ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ മന്ത്രി ചെയ്യണം, അത് നടപ്പിലാക്കണം. കൂടാതെ തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം ആളിക്കത്തുമ്പോൾ അതിൽ മുഖ്യമന്ത്രി ഇടപെടണം. മുഖ്യമന്ത്രിയുടേതായിട്ടുള്ള കാര്യം മറുപടി തങ്ങൾക്ക് വേണം എന്നൊക്കെയുള്ള കുറെ കാര്യങ്ങൾ, കുറെ ആവശ്യങ്ങളാണ് ഈ സമരസമിതി ഉന്നയിക്കുന്നത്. എന്തായാലും മാർച്ച് ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം കൂടി, ഇതിനിപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഈ സർക്കുലറിൽ നേരത്തെ തന്നെ ചില ഇളവുകളൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. അടുത്തൊരു ഘട്ടത്തിൽ ഒരു ചർച്ചയ്ക്കുള്ള സാധ്യത ഉരുത്തിരിഞ്ഞു വരുന്നുണ്ടോ? കൂടുതൽ ഇളവുകൾക്കൊരു സാധ്യതയുണ്ടോ? ലിബീഷ്, ഈ പരിഷ്കരണങ്ങൾ മാറ്റങ്ങൾ മന്ത്രി കൊണ്ടുവന്നതിന് ശേഷം അതിൽ ഇവർ ആ മാറ്റങ്ങൾ കൊണ്ടുവന്ന സമയം മുതൽ തന്നെ ഇവർ വലിയ രീതിയിലുള്ള പ്രതിരോധം ആ ഒരു സർക്കുലറിന്മേൽ തീർത്തിട്ടുണ്ടായിരുന്നു. ഒരു പിന്നോട്ട് ഒരു ചുവട് പോലും വെക്കില്ലെന്ന മന്ത്രി ഉറച്ച തീരുമാനവും എടുത്തിരുന്നതാണ്. അതിനുശേഷമാണ് ഇവർ തങ്ങളുടെ സമരം ശക്തമാക്കുകയും സംസ്ഥാനത്ത് ഉടനീളം ഈ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ബഹിഷ്കരിക്കുന്ന തടയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അതിനുശേഷമാണ് ചില ഇളവുകൾ മന്ത്രി പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. എന്തായാലും ആ ഇളവുകളും തങ്ങൾക്ക് പോരാ, അതൊന്നുമല്ല തങ്ങളുടെ ആവശ്യം എന്ന ഈ ഇളവുകളൊന്നും പോരാ എന്ന ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് സമരസമിതി. ഈ സംസ്ഥാനത്ത് ഉടനീളം ഇത്തരത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ബഹിഷ്കരിക്കുന്ന തടയുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഒരുപക്ഷെ ഇവരുമായിട്ട് മന്ത്രിക്ക് ചർച്ച നടത്തേണ്ടതായിട്ട് വരും. അവരുടെ ആവശ്യം അത് തന്നെയാണ്, ചർച്ച നടത്തി തങ്ങളുടെ ആവശ്യം കേൾക്കണം. ഈ സർക്കുലറിലെ പല കാര്യങ്ങളും അംഗീകരിക്കാൻ കഴിയുന്നതല്ല
എന്ന് തന്നെയാണ് സമരസമിതി ഇപ്പോഴും ആവശ്യപ്പെടുന്ന ഒരു കാര്യം. ഇതിനിടയിൽ തന്നെ CIT-യുമായിട്ട് ഒരു ചർച്ചയ്ക്ക് കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാണ് എന്നൊരു കാര്യവും KB ഗണേഷ് കുമാർ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് ഈ പ്രത്യക്ഷ സമരത്തിൽ നിന്ന് CIT-യു മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ സമരത്തിൽ പ്രത്യക്ഷമായ ഈ ഒരു മാർച്ചിലടക്കം AITUC അതുപോലെ തന്നെ INTUC, BMS തുടങ്ങിയ മറ്റ് സ്വതന്ത്ര സംഘടനകൾ മാത്രമാണ് പങ്കെടുത്തിട്ടുള്ളത്. അവർ CIT ഈ പ്രത്യക്ഷ സമരത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അവരോട് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നൊരു കാര്യം KB ഗണേഷ് കുമാർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ അവർ എന്താണ് നിലപാട് ഈ ഒരു കാര്യത്തിൽ എടുക്കുക എന്ന് അറിയുവാൻ സാധിച്ചത്. എന്തായാലും ഇവിടെ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു മാർച്ച് തന്നെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ മറ്റ് സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നത്. ശരി സൂര്യ, സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിഷേധം തുടരുകയാണ്. സെക്രട്ടേറിയറ്റ് മാർച്ച് നടക്കുകയാണ്. വിവരങ്ങളാണ് സൂര്യഗായത്രി നൽകിയത്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.